കാല് നമ്മളൊന്ന് ഇങ്ങനെ ഗ്യാപ്പിട്ട് വയ്ക്കുക, കൈ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ ശരിക്ക് തിരിഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇങ്ങനെ അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യാത്ത കാരണം അത്ര പരിശ്രമിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ തിരിച്ച് ഇപ്പോഴത്തെ അവസാനം നമ്മുടെ തിരിച്ച് അഴിച്ചെടുക്കാൻ കയപ്പോഷ്ട അവസ്ഥ വരുന്നത് നമുക്ക് പറ്റുന്നത് പോലെ ഇരിക്കും. അപ്പൊ അതിന് ഭംഗി കൊടുക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഒരു ഡാൻസ് ആർട്ടിസ്റ്റിക് ഭംഗി നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരു സ്ട്രെച്ചിങ് ആണ്. നമ്മുടെ ഹിപ്പിനെ കൊണ്ട് ഫ്ലെക്സിബിലിറ്റി വരും, തീർച്ചയായിട്ടും വരും ഡെയിലി നമ്മൾ ചെയ്താൽ. ഓക്കെ, പിന്നെ ചെയ്യുന്നത് സിറ്റപ്പ് ആണ്. അതായത് ഇരിക്കും, കൈ ഇവിടെ വയ്ക്കും. 1 2 3 4 1 2 3 4. ഇത് എത്ര എണ്ണം വേണം ചെയ്യാട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിനിരുന്ന് നമുക്ക് പതിയെ ജംപ്സ് ചെയ്യാം. അതായത് ഇങ്ങനെ ഇരുന്നിട്ട് 1 2 3 4 5. ഇത് നമ്മുടെ കൈ മസിൽസിനൊക്കെ നല്ല ഉറപ്പും ബലവും കിട്ടും. വയറിനൊക്കെ നല്ലതാണ്. നമ്മുടെ ബോഡി ആ ബാലൻസിങ്, ബോഡി ബാലൻസിങ്. പിള്ളേർ എപ്പോഴും നിങ്ങളുടെ വീണോണാണ്, അങ്ങനെ വീണൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് കൈ വിടാം, ബോഡി ബാലൻസിന് വേണ്ടി കൈ വിടാൻ വയ്ക്കാം. പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അത് ചാടി വന്നു നിന്നു. ഓക്കെ, ഇതാണ്. ഒന്ന് എഴുന്നേറ്റ് റിലാക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്തു. ഇത് തന്നെ നമുക്ക് പൊങ്ങി ചാടാം ഇരുന്നിട്ട് കേട്ടോ. അതൊരു ചെറുപ്പാണ്. ഇരുന്നിട്ട് ഇങ്ങനെ നമ്മള് 1 2 3 4 5. അപ്പൊ ഇത് നമുക്ക് പ്രാക്ടീസ് പറ്റുന്നവര് ചെയ്താൽ മതി. എല്ലാം നമ്മൾ എല്ലാവരും ചെയ്യണം. അപ്പൊ ഇത് ഒന്ന്. പിന്നെ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നത് എല്ലാവരും 10-15 കൗണ്ട്സ് 20 കൗണ്ട്സ് ചെയ്യുന്ന കാല് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ആകാശകാലി പോലെ നമുക്ക് ചെയ്യാം. അതായത് 1 2 ചെയ്തോണ്ട് 1 2 1 2. ഇത് ചെയ്യാം. ഇത് ചെയ്യണ്ടേ, ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയും. പറ്റി ചെയ്താൽ മതി, നടുവെട്ടി പോകരുത്. അതായത് 1 2. അത് നന്നായിട്ട് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴേ എൻ്റെ ഒന്നും പറ്റില്ല. അപ്പൊ അത് നല്ലതാണ്. ഇതൊക്കെ എത്ര കൗണ്ട് വേണം നിങ്ങൾ ചെയ്തോളൂ. പിന്നെ പിന്നെ ഒന്ന് നമ്മുടെ ടോസിലേക്ക് പൊങ്ങി ബാലൻസ് ചെയ്യുക. നല്ല എക്സസൈസ് ആണ് കേട്ടോ. ടോസിൽ പൊങ്ങി ഇങ്ങനെ നിന്ന് പഠിക്കും. ടോസിൽ അതും കാല് നല്ല വലിച്ചിലൊക്കെ ഉണ്ടാവും. അത് സാരമില്ല. അപ്പൊ അങ്ങനെ വേണം വരാൻ. താഴ്ത്തുക, വീണ്ടും ടോസിലേക്ക് വരാൻ, താഴ്ത്തുക. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഹീൽസിൽ നിൽക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യുന്നത് ഈ നമ്മുടെ കുതിർത്തുമട്ടടവിലൊരു ഭംഗി വരാൻ വേണ്ടി കാലം നടത്തി ഇങ്ങനെ പാരലായിട്ട് വെച്ച് നമ്മളൊന്ന് താഴ്ന്നിട്ട് ടോസിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ടോസിൽ ഇതും പറ്റുന്നത് പോലെ ചെയ്താൽ മതി. ടോസിൽ പൊങ്ങ, നിങ്ങൾക്ക് പറ്റാണ്ടാവും താഴ്ത്തുക, വീണ്ടും പൊങ്ങ താഴ്ത്തുക, വീണ്ടും പൊങ്ങ താഴ്ത്തുക. അത് ഒരു കാര്യം മാത്രമായിട്ട് ചെയ്യാം. ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം. അതൊക്കെ നമുക്ക് മാറി മാറി ചെയ്യാം. അപ്പൊ അത് ഇതൊക്കെ അളവ് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊന്നും എല്ലാവരും ചെയ്യണമെന്നില്ല. പിന്നെ നമ്മള് നോർമലി ചെയ്യുന്ന ഈ അളവുകളുണ്ട് പുറകിലേക്ക് ഇങ്ങനെ ബോഡി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കാല് നോക്കി വിശ്രമി നോക്കി ചെയ്യുന്ന പോലെ നോക്കി ചെയ്യണം. 1 2 3 4. നടക്കൂടെ കാല് പോകുന്നതിന്റെ നമുക്ക് വളർത്തരുത്. നടക്കാനൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് 1 2 3 4 5. രസമുണ്ട് അല്ലേ? ഇനി അത് കൈയും കൂടെ എടുക്കുവാണെങ്കിൽ 1 2 3 4 1 2 3 4 ചെയ്യാം. പിന്നെ 1 2 ഇതൊക്കെ നോർമൽ എക്സസൈസ്. 3 4 1 2 3 4 ഈ എക്സസൈസ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ മനസ്സിൽ പുതിയ ചെയ്യാറുണ്ടെന്ന് ഓർത്തത്. ജസ്റ്റ് നോർമൽ ബെൻഡിങ്. അതായത് ഇങ്ങോട്ട് നന്നായിട്ട് ഈ കാല്
മടക്കം കേട്ടോ. അതായത് നമ്മുടെ നാട്ടടവ് ചെയ്യുന്ന പോലെ ഇരിക്കണം. അതിങ്ങനെ ഇങ്ങോട്ട് വന്നു, അടുത്തത് ഇങ്ങോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യും. തറയിൽ മുട്ട് മുട്ടിക്കരുത്, അങ്ങനെ വരരുത്. നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കണം, തുടയിലേക്ക് നമ്മൾ ഇരുന്ന് കൊടുക്കണം. ഇത് നല്ലൊരു സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ പൊതുവെ ഒരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് നോക്കാവുന്ന എക്സസൈസ്. പക്ഷെ ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്താലേ കാര്യമുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യിച്ചെന്നുള്ളൂ. നിങ്ങളുടെ ഹെൽത്തും പ്രായവും അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? പിന്നെ തമാശയ്ക്ക് വേണ്ടി നമ്മൾ പറയും, പക്ഷെ അതൊക്കെ വേണേൽ പ്രാക്ടീസ് ചെയ്യാൻ. നന്നായിട്ട് അരമണിക്കൂർ താഴെ കണ്ടോ, ഇങ്ങനെ കാലുകളെല്ലാം വിരിച്ച് നിർത്തുക. എന്നിട്ട് അതിൽ നടക്കുക. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നല്ല സുഖം. ശബ്ദശീലം കുറിച്ച് പറയും. ഓക്കെ, ഇനി അടുത്തത് അത് ബട്ടർഫ്ലൈ നമുക്ക് ഇരുന്നിട്ടുള്ളത് പിന്നെ നോക്കാം. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ബട്ടക്സ്, ബാക്ക്, തല അതിങ്ങനെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ ഇതാക്കിച്ച് അരമണിക്കൂർ അങ്ങനെ താഴെ കേട്ടോ. പുറത്ത് ചേർന്ന് നിൽക്കണം കേട്ടോ. ഇങ്ങനെ ഇപ്പം നമ്മുടെ അരമണ്ഡലം ശരിയാവാനായിട്ടുള്ള ഒരു മെത്തേഡ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് തിരിച്ചും ചെയ്യാം. തിരിച്ചു ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ വന്ന് നമ്മുടെ നെറ്റി ഭിത്തിയിൽ മുട്ടണം. ഇതും പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ ചെയ്തേച്ച് ഈ ഭിത്തിയിൽ തവളയിരിക്കണ പോലെ ഇരിക്കുന്ന ഒരു ആൾക്കാർ പറിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. രണ്ടു മുമ്പ് അവിടെ ഇവരെ കൂടെ ഒന്നും ചെയ്യാം. പക്ഷെ ഇതൊക്കെ ചെയ്യാം നമുക്ക്. ഇനി നോർമൽ അടുത്തത് യോഗയിൽ നമ്മൾ ചെയ്യുന്ന ബെൻഡിങ്, അത് ചെയ്യാട്ടോ. ശ്വാസം എടുത്ത് മുന്നോട്ട് പോയി 10 കൗണ്ട്, തിരിച്ചു വന്നു, റിലാക്സ് ചെയ്ത് പിന്നെ ശ്വാസം എടുത്ത് പോയി വീണ്ടും പോയി വന്നു. അത് ചെയ്യാം. നല്ല എക്സസൈസ് ആണ് നല്ലത്. അതായത് ബാക്കിലേക്ക് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നവർ, ഞാൻ ടച്ച് ചെയ്യില്ല, നമ്മൾ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യില്ല. അപ്പൊ എനിക്കത് പറ്റാറില്ല. അത് നല്ലതാണ്. അതുപോലെ ഇരുന്നിട്ട് അയ്യപ്പ നമ്മൾ ഇരുന്ന് നമ്മുടെ കാല് ഫീറ്റ് ടച്ച് ചെയ്ത് മുന്നോട്ട് വളയാം. തല കൊണ്ടുപോയി ഇവിടെ മുട്ടിക്കാൻ ശ്രമിക്കുക. എന്റെ നല്ല മുട്ടില്ല, പ്രാക്ടീസ് ചെയ്യാത്തതാണ് മുട്ടാത്തത്. അത് പിന്നെ നമ്മളെ ഒരു കൈപ്പുറത്തേക്ക് വെച്ച് ബാക്കിലേക്ക് തിരിയുക, അത് നല്ലതാണ്. ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണ്. തിരിഞ്ഞ് നോക്കിയ അവസാനം മുന്നിലുള്ളവർ കാണാതെ പുറകിൽ മാത്രം കാഴ്ചയായി പോകരുത്. പിന്നെ അടുത്തതാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക്. ഇത് ഉമ്മയ്ക്ക് പറഞ്ഞത് കണ്ടോ, നമ്മളിങ്ങനെ ചേർന്ന് വെച്ചിട്ട് ബട്ടർഫ്ലൈയുടെ വിങ്സ് പോലെ ഉണ്ടാവും. ഇത് വളരെ വളരെ നല്ലതാണ് ഫോർ വുമൺ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ യൂട്രസ് ഇറങ്ങി വരാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ആധികാരികമായി നോളജ് ഒന്നുമില്ല. ഇത് പക്ഷെ നല്ലതാണ്. എല്ലാവരും ചെയ്യും. നിവർന്നിരിക്കണം, മാക്സിമം ഉള്ളിലേക്ക് അടുപ്പിച്ച് വെക്കണം. എന്നിട്ട് നമ്മുടെ മുട്ട് രണ്ടും രണ്ട് സൈഡിലും മുട്ടണം. അത്രയും ചെയ്യാം നന്നായിട്ട്. ഇത്രയൊക്കെ പോലെ ഇത് കഴിഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രെച്ചസ് ആൻഡ് എക്സസൈസസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പറ്റുന്നത് ചൂസ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ എക്സസൈസ് ഒക്കെ ചെയ്തിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻസ് ചെയ്യുക. അപ്പൊ ഇത്രയും മുന്നേ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും നല്ല സൂപ്പറായി ഡാൻസ് പഠിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നല്ല ഒരു ഡാൻസിന് നല്ലൊരു ഫ്യൂച്ചർ. വലിയ ലോക പ്രശസ്തരൊന്നും ആയില്ലെങ്കിലും നമ്മുടെ സന്തോഷത്തിന് ഇത് പഠിച്ചു. ഈ ജന്മത്തിൽ ഇത് പഠിക്കാതെ പോയി എന്ന് തോന്നരുത്. അതുകൊണ്ട് പഠിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാവട്ടെ. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ലവ് യു.